കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൃഷ്ണയും കൂട്ടി മോളിക്കുട്ടി അവിടെ എത്തുമ്പോൾ കൃഷ്ണയുടെ രൂപമാറ്റമൊക്കെ കണ്ടിട്ട് ശ്രീനിവാസൻ ചോദിക്കണേ, അല്ല ഇതെന്ത് പറ്റി? കൃഷ്ണമോൾക്ക് വീട്ടിലെന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞല്ലേ മോൾ ഇവിടുന്ന് പോയത്? അപ്പോൾ അസുഖമുള്ള കാര്യമൊന്നും മോളിക്കുട്ടി പറഞ്ഞില്ലല്ലോ. അന്നേരം മോളിക്കുട്ടി പറയണേ, അയ്യോ അതെനിക്കാണ് വീട്ടിൽ അത്യാവശ്യമുള്ളത്, ഞാൻ പറഞ്ഞപ്പോഴേ സാറ് തെറ്റിദ്ധരിച്ചതാ. ആ ശരി ശരി, എന്താണെങ്കിലും രണ്ടാളും വേഗം വാ. കൃഷ്ണൻ മോൾ തന്നെ വേണം അവർക്ക് കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അവരുടെ അവിടെ പ്രോപ്പർട്ടിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുക, മോൾ അങ്ങോട്ട് വാ. അങ്ങനെ കൃഷ്ണയാണെങ്കിൽ അവിടെ ഭയന്ന് നിൽക്കുവാണ് കേട്ടോ. ഈ സമയം മോളിക്കുട്ടി നിർബന്ധിച്ച് കൃഷ്ണയെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോകുവാണ്. അങ്ങനെ നവീൻ്റെ അരികിലെത്തുന്ന ശ്രീനിവാസ് നവീനും മാണിക്കുഞ്ഞിനും കൃഷ്ണേനെ പരിചയപ്പെടുത്തി കൊടുക്കുക. നവീൻ, ഞാൻ പറഞ്ഞില്ലേ ഒരു കുട്ടിയെക്കുറിച്ച്, ഇതാണ് കേട്ടോ അത് കൃഷ്ണമോളും. ആളെ കാണുന്ന പോലെ ഒന്നുമില്ല, മെഡിക്കുക. അന്നേരം നവീൻ കൃഷ്ണയോട് ഒരു ഹായ് പറയുവാണ്. നവീൻ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ കൃഷ്ണമോൾ തന്നെ പറഞ്ഞു തരും. അന്നേരം നവീൻ പറഞ്ഞേ, അത് ഞാൻ ചോദിക്കാം, എന്നാണെങ്കിലും അതിനു മുമ്പ് ഈ പ്ലോട്ടൊക്കെ ഞങ്ങളൊന്ന് ചുറ്റി നടന്ന് കാണട്ടെ. അങ്ങനെ പറഞ്ഞ് നവീൻ മാണിക്കുഞ്ഞിനെയും കൂട്ടി പ്ലോട്ടൊക്കെ കാണാൻ പോകുവാണ്ടോ. ഈ സമയം മാണിക്കുഞ്ഞാണെങ്കിൽ കൃഷ്ണയെ തന്നെയാണ് ശ്രദ്ധിക്കുന്നത്. അല്ല ഇതിന് മൂക്കും വായു ഒന്നുമില്ലെന്ന് ചോദിക്കുവാണ് കേട്ടോ. ഈ സമയം മോളിക്കിട്ട് പറയണേ, അതെല്ലാം ഉണ്ട്, ഇയാൾക്കിതെന്താ? ഈ സമയം മാണിക്കുഞ്ഞാണെങ്കിൽ കൃഷ്ണയെ സംശയത്തോടു കൂടി ഇങ്ങനെ നോക്കുവാണ്. അന്നേരം നവീൻ വിളിക്കുമ്പോൾ നവീൻ്റെ ഒപ്പം പോകുന്നുണ്ട് കേട്ടോ മാണിക്കുഞ്ഞ്. ഈ സമയം കൃഷ്ണ മോളിക്കുട്ടിയുടെ ടെൻഷനിൽ പറയണേ, ഇനി അവർക്ക് എന്തെങ്കിലും സംശയം തോന്നിക്കാണോ? വേണ്ട മോളിക്കുട്ടി, നമുക്ക് പോകാം, നീ ഒന്നും മിണ്ടാതിരിക്കുക. ഈ സമയം അനിയൻ സാറ് ചോദിക്കണേ, അല്ല എന്ത് പറ്റി, എന്താ രണ്ടുപേരും നമ്മളൊരു കുശൂഷിപ്പ്? എന്നോട് കൂടി പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയാട്ടോ. അയ്യോ അങ്ങനെയൊന്നുമില്ല സാറേ, ഈ മോളിക്കുട്ടി ചുമ്മാ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. അല്ല സാറേ, അവർക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ട് കൊടുക്കണ്ടേ? അതിന് ഇനിയിപ്പോൾ കടയിലേക്ക് പോകണ്ടേ? ഞാൻ വേണമെങ്കിൽ കടയിൽ വിളിച്ച് പറഞ്ഞ് എന്തെങ്കിലും ഏർപ്പാടാക്കാം. അതൊന്നും വേണ്ട സാറേ, ഞാൻ ഇപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞ് കൃഷ്ണ നേരെ ഓട്ടോയിലരികിലേക്ക് ചെല്ലുവാണ് കേട്ടോ. പിന്നാലെ മോളിക്കുട്ടിയും പോകുന്നുണ്ട്. ഈ സമയം കൃഷ്ണ മേടിച്ചുകൊണ്ട് വന്ന പൈനാപ്പിളൊക്കെ മുറിച്ച് പാത്രത്തിലാക്കുവാണ്. ഇത് കണ്ടിട്ട് മോളിക്കുട്ടി ചോദിക്കണേ, അത് ശരി, അപ്പോൾ ഇതിനായിരുന്നല്ലേ കടയിൽ നിർത്തി പൈനാപ്പിളൊക്കെ വാങ്ങിയത്? അല്ലെങ്കിലും കെട്ടിയാൻ വരുമ്പോൾ കെട്ടിയവന് കൈകൊണ്ട് തന്നെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ? എൻ്റെ മോളിക്കുട്ടി നീ ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് കൃഷ്ണൻ ദേഷ്യപ്പെടുവാണ്. എന്നിട്ട് ആ പൈനാപ്പിളിൽ മുളകും പിന്നെ വേറെ എന്തുണ്ടൊക്കെയോ ചേർത്ത് നല്ലപോലെ മിക്സൊക്കെ ചെയ്യുവാണ് കേട്ടോ. ഇതേസമയം നവീൻ ഇവിടെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുമായിരിക്കും. ആ സമയം മാണിക്കുഞ്ഞ് അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കണേ, എൻ്റെ സാറേ ആ പെൺകൊച്ചിനെ ശ്രദ്ധിച്ചോ? ഏത് കൊച്ചിനെ? ഇപ്പോൾ വന്ന കൃഷ്ണൻ്റെ പെരുമാറ്റമൊക്കെ കാണുമ്പോഴുണ്ടല്ലോ എനിക്ക് ഗതമെടുത്ത പോലെ തോന്നുന്നത്. സാർ ഇന്നലെ ഇവിടെ വന്നിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്, വാ നമുക്ക് ആ പെൺകൊച്ചിനൊന്ന് നോക്കാം. അത് കേൾക്കുന്നതും നവീൻ പറയണേണ്, എടോ മാണിക്കുഞ്ഞ്, നമ്മളിവിടെ വന്നത് പ്ലോട്ട് നോക്കാനാ, അല്ലാതെ പെൺകുട്ടികളെ വായി നോക്കിക്കൊണ്ട് നിൽക്കാനല്ല. എനിക്കിതൊക്കെ ഒന്ന് തുടങ്ങി. അയ്യോ എൻ്റെ സാറേ, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് ആ പെൺകുട്ടിയുടെ കൃഷ്ണയുടെ ഉണ്ടല്ലോ നിപ്പും ഭാവവും സംസാരമൊക്കെ കേൾക്കുമ്പോഴേ കഥമെടുത്ത പോലെ തോന്നുന്നു. താണെന്ന് ചുമ്മാതിരിക്കും മാണിക്കുഞ്ഞ്. ഈ സമയം കൃഷ്ണ പൈനാപ്പിളൊക്കെ റെഡിയാക്കിക്കൊണ്ട് അത് മോളിക്കുട്ടിയുടെ കയ്യിൽ കൊടുത്തു വിടുക. ശരി ചെന്ന് കൊടുക്ക്. നീ അല്ലേ ഉണ്ടാക്കിയത്, നിൻ്റെ കെട്ടിയവന് നീ തന്നെയല്ലേ കൊണ്ടുപോയി കൊടുക്കേണ്ടത്, എനിക്കൊന്നും വയ്യ. ഇതേ മോളിക്കുട്ടി ചെന്ന് കിടങ്ങാതെ മര്യാദയ്ക്ക് ഇത് കൊണ്ട് കൊടുത്തു. അങ്ങനെ മോളിക്കുട്ടി അത് വാങ്ങിച്ച് നേരെ അന്യൻ സാറിൻ്റെ അരികിലെത്തുവാണ്. പിന്നാലെ കൃഷ്ണയെ എത്തുന്നുണ്ട് കേട്ടോ. അന്നേരം അത് കണ്ടിട്ട് അത്ഭുതത്തോടെ ശ്രീനിവാസ് ചോദിക്കണേ, അല്ല ഇതൊക്കെ എവിടെ നപ്പിച്ചു? കൃഷ്ണയല്ലേ നിൽക്കുന്നത്, കൃഷ്ണ കൊപ്പിക്കാനാണോ പാടും? അങ്ങനെ നവീനെ മാണിക്കുഞ്ഞിനെ വിളിച്ച് അതെടുക്കാൻ പറയുവാണ്. ഇതൊക്കെ ഇത്ര പെട്ടെന്ന് എവിടെ ഒന്ന് ഒപ്പിച്ചു സാറേ എന്ന് മാണിക്കുഞ്ഞ് ചോദിക്കുമ്പോൾ, എല്ലാം കൃഷ്ണമ്മയുടെ കഴിവാണ്, അവളാ ഇതെല്ലാം ചെയ്തത് എന്ന് പറയുവാണ് കേട്ടോ. അങ്ങനെ നവീനും മാണിക്കുഞ്ഞും അതെടുത്ത് കഴിക്കുവാണ്. രണ്ടുപേർക്കും ഒത്തിരി ഇഷ്ടപ്പെടുവാണ് കേട്ടോ. നവീൻ പറഞ്ഞു, നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് ഇത് ഇത്രയും രുചിയിലുണ്ടാക്കിയത്? ഇതിലെന്തോ ചോദിച്ചാൽ പ്രത്യേക സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടല്ലേ? ഉണ്ടെന്ന് കൃഷ്ണൻ പറയുവാണ്. ഈ സമയം ശ്രീനിവാസ് പറയണേ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിനു മുമ്പൊരിക്കലും ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ കൃഷ്ണമോള് ടപ്പയെന്നും പറഞ്ഞതുപോലെ മാങ്ങ വെച്ചൊരു സൂത്രം ഉണ്ടാക്കി, അത് കഴിച്ചിരുന്നെങ്കിലുണ്ടല്ലോ നവീൻ പിന്നെ കൃഷ്ണമോളുടെ വലിയൊരു ഫാൻ തന്നെയായി മാറിയേനെ. അത് കേൾക്കുന്നത് മാണിക്കുഞ്ഞ് പറയണേ, ആണോ, എന്നാൽ പിന്നെ അതും കൂടി ഒന്ന് ഉണ്ടാക്കിത്താ. അന്നേരം നവീൻ പറഞ്ഞേ, എടോ എന്തിനാണ് വെറുതെ അവർ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? അയ്യോ എൻ്റെ സാറേ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഈ ഇതുപോലുള്ള ഗ്രാമപ്രദേശങ്ങളിലൊക്കെ വരുമ്പോഴാണല്ലോ ഇങ്ങനെ വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ പറ്റുന്നത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ സമയം കൃഷ്ണ ചോദിക്കണേ, നവീൻ ഇത് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പം തന്നെ കൊണ്ടുവരാം. അയ്യോ അതൊന്നും വേണ്ടെന്നേ. നവീൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഇയാൾക്കതൊരു ബുദ്ധിമുട്ടാവില്ലേ? അന്നേരം മോളിക്കുട്ടി പറയണേ, നവീൻ സാറിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലേ അതിന് കൃഷ്ണക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. മോളിക്കുട്ടിയുടെ സംസാരം കേട്ടിട്ട് മാണിക്കുഞ്ഞ് സംശയത്തോടു കൂടി അതൊന്ന് ശ്രദ്ധിക്കുവാണ്. ഈ സമയം കൃഷ്ണ പറയണേ, ഞാൻ ഇപ്പം തന്നെ അത് ഉണ്ടാക്കി കൊണ്ടുവരാം. അങ്ങനെ പറഞ്ഞ് കൃഷ്ണ അങ്ങോട്ടേക്ക് പോകുവാണ്. അങ്ങനെ ഓട്ടോയിലിരുന്ന് മാങ്ങ എടുത്ത് പറിച്ച് മാങ്ങ വെച്ച് ആ ഒരു റെസിപ്പി ഉണ്ടല്ലോ മുളകൊക്കെ ചേർത്ത് അതവിടെ ചെയ്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ കൃഷ്ണ. ഈ സമയം കൃഷ്ണയെക്കുറിച്ച് തന്നെ സംസാരിക്കുവാണ് ശ്രീനിവാസ് നവീനോടും മാണിക്കുഞ്ഞിനോടും ഒക്കെ. നവീൻ പറയുന്നുണ്ട്, സത്യം പറയാമല്ലോ ഇതുപോലുള്ള വെറൈറ്റി സാധനങ്ങളൊക്കെ ഇതുപോലെ നാട്ടിൻപുറത്ത് വന്നാലല്ലേ കിട്ടുള്ളൂ. നല്ല രുചിയുണ്ടായിരുന്നു.
ആ കുട്ടിയുടെ കൈപ്പുണ്യം അപാരം തന്നെ. അന്നേരം മാണിക്കുഞ്ഞ് പറയണേ, അത് ശരി, ഞാനും ഇത് തന്നെയല്ലേ കുറച്ച് മുമ്പ് പറഞ്ഞത്. ഞാൻ പറഞ്ഞപ്പോൾ തള്ളിപ്പൊളി തരാം, സാറ് പറയുമ്പോൾ ആഹാ അല്ലേ സാറേ. അങ്ങനെ അതൊക്കെ കേട്ടിട്ട് ശ്രീനിവാസ് ചിരിച്ചുകൊണ്ട് പറയണേ, അല്ല നവീൻ എങ്ങനെ കിട്ടി മാണിക്കുഞ്ഞിനെ പോലെ ഒരാളെ? നമുക്ക് കൂടി ഒരാളെ ഇതുപോലെ കിട്ടുമോ? ഇയാളെപ്പോലത്തെ ആളൊക്കെ റെയർ പീസാ സാറേ, ഒറ്റൊരെണ്ണമൊക്കെ ഉണ്ടാകുള്ളൂ. അങ്ങനെ അവർ ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഈ സമയത്ത് കൃഷ്ണ അവിടെ മാങ്ങ വെച്ചുള്ള റെസിപ്പിയൊക്കെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ടാകും കേട്ടോ. എന്നിട്ടത് മോളിക്കുട്ടിയോട് കൊണ്ടുവന്ന് കൊടുക്കാൻ പറയുവാണ്. അന്നേരം മോളിക്കുട്ടി പറയണേ, അയ്യടാ നീ തന്നെ അങ്ങ് കൊടുത്താൽ മതി, മര്യാദക്ക് വാ പെണ്ണേ എന്നും പറഞ്ഞ് കൃഷ്ണയും കൂട്ടി അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. ഈ സമയം ശ്രീനിവാസ് പറയണേ, ഇത്ര പെട്ടെന്ന് ഉണ്ടാക്കിയോ? എന്നാൽ പിന്നെ കൈപ്പുണ്യമുള്ള ആൾ തന്നെ ആ കൈ കൊണ്ട് അങ്ങ് എടുത്ത് കൊടുക്ക്. അങ്ങനെ കൃഷ്ണ ആ പാത്രം നവീന് നേരെ നീട്ടുവാണ് കേട്ടോ. നവീൻ അങ്ങനെ അതിൽ നിന്ന് പറഞ്ഞെടുക്കുവാണ്, മാണിക്കുഞ്ഞും എടുക്കുവാണ് കേട്ടോ. രണ്ടുപേരും അത് കഴിച്ച് കൃഷ്ണയെ പുകഴ്ത്തുവാണ്. സത്യം പറയാലോ, സാറ് പറഞ്ഞപ്പോൾ ഇത്രയ്ക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല, സൂപ്പറായിട്ടുണ്ട്, ഒത്തിരി രുചിയുണ്ട് എന്നും പറഞ്ഞ് കൃഷ്ണയെ പുകഴ്ത്തുവാണ് നവീൻ. നവീൻ്റെ വാക്കുകളൊക്കെ കേൾക്കുന്നതും സ്വയം മറന്ന് നിൽക്കുവാണ് കേട്ടോ കൃഷ്ണ. ഈ സമയം മാണിക്കുഞ്ഞു പറഞ്ഞേ, എൻ്റെ കൃഷ്ണ സൂപ്പറായിട്ടുണ്ട്, എന്തൊരു രുചിയാണ്, ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങളിനി അടുത്ത തവണ വരുമ്പോൾ ഇതുപോലെ മറ്റെന്തെങ്കിലും ഉണ്ടാക്കി തരുമോ കൃഷ്ണ? അന്നേരം കൃഷ്ണ പറയുവാണ്, അതിനെന്താ, മാണിക്കുഞ്ഞ് ധൈര്യമായിട്ട് വന്നോ, മാണിക്കുഞ്ഞിന് ഇഷ്ടമുള്ളതെല്ലാം ഉണ്ടാക്കി തരാം. അങ്ങനെ അറിയാതെ സ്വന്തം ശബ്ദത്തിൽ തന്നെ കൃഷ്ണ അങ്ങ് സംസാരിക്കുവാണ്. അത് കേട്ട് മാണിക്കുഞ്ഞാണെങ്കിൽ അങ്ങ് ഞെട്ടി നിൽക്കുവാണ് കേട്ടോ. ഈ സമയം മോളിക്കുട്ടിയും കൃഷ്ണയും കയ്യിൽ നിന്ന് പോയല്ലോ എന്നുള്ള മട്ടിൽ നിൽക്കുവാണ്. അന്നേരം മാണിക്കുഞ്ഞ് അപ്പം തന്നെ നവീൻ്റെ ചെവി പോയി പറയണേ, സാറേ ഇപ്പോൾ കൃഷ്ണ സംസാരിച്ചപ്പോൾ ഗാതമടത്തിൻ്റെ അതേ ശബ്ദം പോലെ തോന്നിയില്ലേ? താനൊന്ന് ചുമ്മാതിരിക്കും മാണിക്കുഞ്ഞ്. അയ്യോ എൻ്റെ സാറേ, സാറൊന്ന് സംസാരിക്കുക, എന്തൊരു ചോദിക്കുന്നു. അങ്ങനെ കാര്യങ്ങൾ കൈവിട്ട് പോയോ എന്നുള്ള സംശയത്തിൽ മോളിക്കുട്ടി പെട്ടെന്ന് തന്നെ മാണിക്കുഞ്ഞിനെ ബ്ലോക്ക് ചെയ്യണേ. അല്ല എൻ്റെ അനിയൻ സാറേ, ഈ മാണിക്കുഞ്ഞുണ്ടല്ലോ തീരെ ശരിയല്ല, വന്നപ്പോൾ തൊട്ട് കൃഷ്ണയെ ഒരുമാതിരി നോക്കുവാണ്. താനീ പൂവാലൻ തന്നെ ഇയാൾ. നീ എന്താണ് എന്നെക്കുറിച്ച് പറഞ്ഞത്? പൂവാലനോ? ഞാൻ പൂവാലനൊന്നുമല്ല. അങ്ങനെ പറഞ്ഞ് അവർ രണ്ടാളും വഴക്കിടുവാണ് കേട്ടോ. അന്നേരം മാണിക്കുഞ്ഞിനെ നവീൻ പറഞ്ഞ് സമാധാനിപ്പിക്കുക. എന്നാൽ സാർ ഞങ്ങൾ പിന്നെ ഇറങ്ങട്ടെ. അന്നേരം കൃഷ്ണ ചോദിക്കുന്നുണ്ട്, അല്ല നവീൻ സാർ, ഈ പ്രോപ്പർട്ടി വാങ്ങുന്നതിനെ കുറിച്ച് എന്തായി? പ്രോപ്പർട്ടിയൊക്കെ ഇഷ്ടപ്പെട്ടോ? പ്രോപ്പർട്ടിയൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളെയൊക്കെ പരിചയപ്പെടാൻ പറ്റിയതിലും ഒത്തിരി സന്തോഷം. എന്താണെങ്കിലും ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ ഉടനെ തന്നെ വിളിച്ച് പറയിക്കാം സാർ. എന്നാൽ ശരി. അങ്ങനെ പറഞ്ഞ് നവീൻ അവരോടൊക്കെ യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങുവാണ്. പിന്നീട് കളിക്കുന്നത് നന്ദനും മുത്തശ്ശിയും കൂടി സംസാരിക്കുന്നതാണ്. അന്നേരം മുത്തശ്ശിയും പറയണേ, നവീൻ ദൂരെ ദേശത്തേക്കാളേ പോയിരിക്കുന്നത്, ബിസിനസ്സാണ് ലക്ഷ്യം എന്നാണ് പറയുന്നത്. പക്ഷേ സത്യം പറഞ്ഞാൽ അവന് മനസ്സമാധാനവും കൂടി വേണം. ഇവിടെ നിന്നാൽ അവനത് കിട്ടില്ലല്ലോ. അതുകൊണ്ട് ദൂരേക്ക് മാറി മനസ്സൊന്ന് ശാന്തമാവുന്നതുവരെ അവിടെ നിൽക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടാവുക. നന്ദ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർക്കണം. നവീൻ ആഗ്രഹിച്ചതുപോലൊരു ജീവിതം അവന് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യണം. ഈ സമയത്തായിരിക്കും സുമിത്ര അങ്ങോട്ടേക്ക് വരുന്നത്. അമ്മേ, ഗാഥ ഇവിടുന്ന് പോയിട്ട് 2-3 ദിവസമായില്ലേ, ഗാഥയൊന്ന് വിളിക്കണ്ടേ? ഞാനിപ്പോൾ തന്നെ അവളെ വിളിക്കാൻ പോകുക. അന്നേരം അതുവഴി വാസവി വരും കൂട്ടും നിർമ്മല. അങ്ങനെ ഇവർ ഗാഥയെക്കുറിച്ച് സംസാരിക്കുന്നതൊക്കെ കേട്ട് നിർമ്മല അത് ശ്രദ്ധിക്കുവാണ്. ഈ സമയം നന്ദൻ പറയണേ, താനെന്തിനാ അങ്ങനെ അവളെ വിളിച്ച് സംസാരിക്കുന്നത്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. താൻ ഇഷ്ടം കാണിച്ചല്ലേ ഗാഥ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. നമ്മളവളെ ഇറക്കി വിട്ടതൊന്നുമല്ലല്ലോ. ഗാഥയുടെ നവീൻ്റെ വിവാഹം കഴിഞ്ഞ് അധികമൊന്നും ആയിട്ടില്ല. എന്നിട്ടും പലതവണയാണ് ഗാഥ ഓരോ പ്രശ്നങ്ങളുണ്ടാക്കി നിസ്സാര വഴക്കിൻ്റെ പേരിലും ഭയത്തിൻ്റെ പേരിലും മറ്റും ഇതുപോലെ സിത്താരയുടെ അരികിലേക്ക് ഓടിപ്പോകുന്നത്. അന്നേരം സുമിത്ര പറയുന്നുണ്ട്, അതിന് നമ്മളെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അവളിലുണ്ടായ പേടിയും സർപ്പശാപവും അങ്ങനെയുള്ള പല കാര്യങ്ങളും കൊണ്ടല്ലേ അവൾ അങ്ങനത്തെ ഭയമൊക്കെ ഉണ്ടായത്. അതിന് മുമ്പ് വരെ ആ കുട്ടി അങ്ങനെയായിരുന്നോ? അല്ലല്ലോ. അപ്പം പിന്നെ അവളുടെ കാര്യത്തിൽ നമുക്കല്ലേ കൂടുതൽ ഉത്തരവാദിത്തമുള്ളത്. അവൾ സിത്താരയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. എന്നാലും അത് ശരിയല്ലല്ലോ. ഞാനിപ്പോൾ തന്നെ അവളെ വിളിക്കാം. അന്നേരം മുത്തശ്ശി പറയണേ, വേണ്ട സുമിത്രേ, വിളിക്കേണ്ടെന്നല്ല ഞാൻ നിന്നോട് പറഞ്ഞത്. ആദ്യം നവീൻ വരട്ടെ, അവൻ വന്നിട്ട് ഇതിലൊരു തീരുമാനം എടുക്കാം. അവൻ്റെ മനസ്സിൽ എന്താണെന്ന് അറിയണം. അതിനുശേഷം മതി അവളെ ഇങ്ങോട്ടേക്ക് തിരികെ വിളിക്കുന്നതും അവളോട് സംസാരിക്കുന്നതും ഒക്കെ. അതെൻ്റെ തീരുമാനമാണ്. അതിലിനി ഒരു മാറ്റവും ഇല്ല. അങ്ങനെ ഇതെല്ലാം കേട്ടിട്ട് നിർമ്മല മനസ്സിൽ പറഞ്ഞേ, അത് ശരി, അപ്പോൾ ഇവിടെയുള്ള എല്ലാവരും ഗാഥയെ അവരവരുടെ മനസ്സിൽ നിന്ന് പടിയിറക്കി വിട്ട് കഴിഞ്ഞു അല്ലേ? ഇനി ഇതിൻ്റെ ഇടയിൽ ആ ഗാഥ മനസ്സ് മാറി ഇങ്ങോട്ടെങ്ങാനും തിരിച്ചു വരുമോ? അതിന് ഒരിക്കലും അനുവദിച്ചുകൂടാ. അവളുടെ മനസ്സിൽ നവീനോടുള്ള വെറുപ്പ് കുത്തിക്കയറ്റണം. അതിന് ഞാൻ വിചാരിച്ചാൽ പറ്റും. അങ്ങനെ പറഞ്ഞ് നിർമ്മല നേരെ റൂമിലേക്ക് ചെല്ലുവാണ്. എന്നിട്ട് ഗാഥയുടെ ഫോണിലേക്ക് വിളിക്കുവാണ് കേട്ടോ. അന്നേരം ഗാഥ ഫോൺ എടുത്ത് ആരാണെന്ന് ചോദിക്കുക. ഈ സമയം നിർമ്മല ചോദിക്കണേ, എന്താ ഗാഥ മോളെ, സുഖമല്ലേ? ഇതൊക്കെ അന്വേഷിക്കാൻ നിങ്ങളാരാ? അത് ശരി, അപ്പോൾ ഞങ്ങളുടെ നമ്പർ പോലും മോള് സേവ് ചെയ്ത് വെച്ചിട്ടില്ലല്ലേ? അല്ലെങ്കിലും ഞങ്ങളോടൊക്കെ മോൾക്ക് ദേഷ്യമില്ലേ? പിന്നെ എങ്ങനെ സേവ് ചെയ്യാനാ? നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ? ആദ്യം നിങ്ങൾ ആരാണെന്ന് പറയാം. അയ്യോ മോളെ, ഞാനേ കളരിക്കലിന്ന് നിർമ്മലയാണ്. നിങ്ങളെന്തിനാ എന്നെ വിളിക്കുന്നത്? എന്താ മോളെ ഇങ്ങനെ? ഒന്നുമില്ലെങ്കിലും നവീൻ്റെ അപ്പച്ചിയില്ല ഞാൻ. ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടത്? നമ്മളൊന്നുമില്ലെങ്കിലും ഒരേ കുടുംബത്തിലുള്ളതല്ലേ? എനിക്കറിയാം മോളാകെ സങ്കടത്തിലായിരിക്കുമെന്ന് അല്ലേ?
കാരണം നാട്ടുകാർക്ക് മുമ്പിൽ അങ്ങനെയല്ലേ മോൾ നാണം കെട്ടത്. എല്ലാവരുടെയും മുമ്പിൽ വെച്ചല്ലേ നവീൻ മോളുടെ കരണത്തിട്ടടിച്ചത്. എൻ്റെ കാരണത്തിട്ടല്ല, എന്നെ അപമാനിക്കുന്ന രീതിയിൽ മറ്റൊരാൾ എന്തെങ്കിലും ഒരു വാക്ക് പോലും ഉച്ചരിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പം തന്നെ അവനതുള്ള മറുപടി ഞാൻ കൊടുക്കും. പക്ഷേ ഇവിടെ ഇപ്പോൾ സിത്താരയുടെ മോൾക്കും എന്താ പറ്റിയത്? അങ്ങനെ നാട്ടുകാരൊക്കെ ചിന്തിക്കുന്നത്. ഒന്നും രണ്ടും പേരൊന്നുമല്ലല്ലോ, എത്ര അധികം ആൾക്കാരാ നിങ്ങൾ ഈ കാഴ്ച കണ്ടത്. അവരാണെങ്കിൽ അതിപ്പോൾ നാട്ടിൽ മുഴുവൻ പരത്തിയിരിക്കുമല്ലേ. നവീൻ സിത്താരയുടെ മകളെ തല്ലിയ കാര്യം നാട്ടിൽ മുഴുവൻ പാട്ടായിരിക്കുവാണല്ലോ. സിത്താരക്കും മകൾ ഗാഥക്കും നവീനെ പേടിയാണ്. നവീൻ്റെ മുമ്പിൽ അടിമകളെ പോലെയാണെന്ന നാട്ടുകാർ പറഞ്ഞു നടക്കുന്നത്. അന്നേരം അതൊക്കെ കേൾക്കുന്നതും ഗാഥക്കങ്ങ് ദേഷ്യം കയറുക. നിങ്ങൾ നിർത്തുന്നുണ്ടോ? ഇനി നിങ്ങളെ മേലെ എന്നെ വിളിച്ചു പോരുത്. ഇനി ഇതുപോലെ എന്തെങ്കിലും നിങ്ങൾ സംസാരിച്ചുണ്ടല്ലോ ഞാൻ നേരെ കളരിക്കിലേക്ക് വരും. എന്തിനാണെന്നറിയോ? ഇങ്ങനെ പറഞ്ഞ നിങ്ങളുടെ വൃത്തികെട്ട നാവ്, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ വൃത്തികെട്ട നാവ് പിഴുതെടുക്കാൻ, നിങ്ങളുടെ കാരണത്തിട്ടൊന്ന് പൊട്ടിക്കാൻ വെച്ചിട്ട് പോ എന്നും പറഞ്ഞ ദേഷ്യത്തിൽ ഗാഥ ഫോണൊക്കെ കട്ട് ചെയ്ത് ദേഷ്യത്തിൽ ഫോൺ അറിയുവാണ് കേട്ടോ. ഈ സമയം ഗാഥയുടെ ഒച്ചയും ബഹളമൊക്കെ കയറിയിട്ട് സിത്താരയും സിനി അങ്ങോട്ടേക്ക് വരിക. എന്താ മോളെ, ആരാ വിളിച്ചത്? അവരാ, ആ നിർമ്മല. നീ എന്തിനാ അവരുടെ കോളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോയത്? അവരുടെ കോളാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അറ്റൻഡ് ചെയ്യില്ലായിരുന്നു. അവർ വിളിച്ചിട്ട് എന്നോട് എന്തൊക്കെയാണ് പറഞ്ഞതെന്നറിയോ? എന്നെ നവീൻ റെസ്റ്റോറൻറ്റിൽ വെച്ച് നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് തല്ലിയ കാര്യമെല്ലാം നാട്ടിൽ മുഴുവൻ പാട്ടാണെന്ന്. അതിൻ്റെ പേരിൽ ആകെ നാണം കെട്ടിരിക്കുവാണ് ഞാനിവിടെ. അപ്പോഴാണ് അവരും കൂടി വിളിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞത്. ഞാനും മമ്മിയും നവീൻ്റെ അടിമകളാണെന്ന്, നവീനെ നമുക്ക് പേടിയാണെന്ന്. മമ്മി, ഇതാണോ നമ്മൾ നാട്ടുകാർക്ക് മുമ്പിൽ ഉണ്ടാക്കിയെടുത്ത വില? സിതാര ശ്രീനിവാസിൻ്റെയും ഗാഥ ശ്രീനിവാസിൻ്റെയും നാട്ടുകാരിപ്പോൾ പുച്ഛത്തോടു കൂടിയാണ് നോക്കുന്നത്. അന്നേരം അതൊക്കെ കേട്ടിട്ട് സിത്താര പറയണേ, മോളെ നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും വിഷമിക്കല്ലേ. ഇതൊക്കെ പറഞ്ഞതാരാ? അവരല്ലേ, ആ നിർമ്മല. അവരും അവരുടെ മോളും കൂടി ചേർന്ന് തന്നെ ഇരിക്കും നാട്ടിൽ മുഴുവൻ ഇത് പാട്ടാക്കിയത്. അവരുടെ ഒരു ലക്ഷ്യം നിന്നെ നവീനെ തമ്മിൽ എങ്ങനെയെങ്കിലും തെറ്റിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടല്ലേ അവർ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത്. അവരുടെ അച്ഛതിൽ നീ വീണു പോകാതെ സൂക്ഷിക്കുക വേണ്ടത്. അങ്ങനെ അതെല്ലാം കേട്ട് ദേഷ്യത്തിൽ നിൽക്കുന്ന ഗാഥയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് നാളത്തെ പ്രമോയിൽ കാണിക്കുന്നത് നവീനെയും മാണിക്കുഞ്ഞിനെയും യാത്രയാക്കാനായിട്ട് നിൽക്കുന്ന ശ്രീനിവാസനെയും കൃഷ്ണനെയും മോൾക്കുട്ടീനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ അവർക്ക് തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് ഈ നാട്ടിലെ സ്പെഷ്യലായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് കാറിൻ്റെ ഡിക്കിയിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കൃഷ്ണയും മോൾക്കുട്ടിയൊക്കെ ചേർന്നിട്ട്. ഈ സമയം നവീനും ശ്രീനിവാസും തമ്മിൽ സംസാരിക്കുവാണ്. അന്നേരം ശ്രീനിവാസം പറയണേണ്, സത്യം പറയാലോ നവീൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ബിസിനസ് മൈൻഡിലും ജീവിതത്തെക്കുറിച്ചുമൊക്കെ നല്ല വ്യക്തമായ കാഴ്ചപ്പെട്ടുള്ള ഒരു നല്ല ചെറുപ്പക്കാരൻ. സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ കണ്ടപ്പോൾ പഴയ എന്നെ തന്നെയാണ് ഓർമ്മ വന്നത്. എൻ്റെ ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ തന്നോട് പറയേണ്ട ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, ചില അലച്ചിലിൻ്റെ കഥകളൊക്കെ. അതൊക്കെ തന്നെ കണ്ടപ്പോൾ തന്നോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. എന്നാണെങ്കിലും ഇനിയൊരിക്കലാവട്ടെ ഞാനിത് പറയാം. ഇതേസമയം അവിടെ കാറിലെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്നതിൻ്റെ ഇടയിൽ മോളിക്കുട്ടിയും മാണിക്കുഞ്ഞും തമ്മിൽ വീണ്ടും വഴക്കിടുവാണ്. അന്നേരം മാണിക്കുഞ്ഞ് എന്തൊക്കെ ചൊറിഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അത് കേട്ട് മോളിക്കുട്ടി പറയണേ, മിണ്ടാതിരുന്നോ, അല്ലെങ്കിൽ ഈ സാധനങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഒടിച്ചു മറക്കി ഇതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെക്കും. ഓ പിന്നെ എന്നെ ഒടിച്ചു മടക്കിയെടുക്കാനേ നീ കുറേ പാട് പരിപാടി എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ വഴക്കിടുവാണ്. പിന്നീട് അവരവിടെ നിന്ന് തിരിച്ച് യാത്ര പോകുവാണ് കേട്ടോ. ഈ സമയം കൃഷ്ണക്ക് നവീനോട് നിന്ന് പോകുമ്പോൾ ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട്. അത് കണ്ട് കൃഷ്ണയെ മോളിക്കുട്ടി കളിയാക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് ഫോണിലൂടെ സംസാരിക്കുന്ന മോളിക്കുട്ടീനെയും സുനന്ദേനെയുമാണ്. അന്നേരം സുനന്ദയോട് മോളിക്കുട്ടി ചോദിക്കണേ, അതെന്താ കൃഷ്ണക്ക് കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ലേ? കൃഷ്ണക്കൊരു ഭർത്താവില്ലേ? മോളിക്കുട്ടിയുടെ ആ ചോദ്യമൊക്കെ കേൾക്കുന്നതും സുനന്ദ അങ്ങ് ഞെട്ടിപ്പോകുവാണ്. സുനന്ദ ചോദിക്കണേ, നീ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? നിന്നോടാരാ ഈ കള്ളക്കഥയൊക്കെ പറഞ്ഞത്? കള്ളക്കഥയാണോ ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞ് സുനന്ദയെ ചോദ്യം ചെയ്യുവാണ്ട് മോളിക്കുട്ടി. അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്